നമസ്കാരം കേട്ടാ. നമ്മുടെ മലയാള സിനിമാ ലോകത്ത് ഡ്രഗ്സ് മാഫിയകൾ പിടിമുറുക്കിയതോടുകൂടി ആ സിനിമാ രംഗം മലയാള സിനിമയ്ക്ക് തന്നെ അപമാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കുത്തഴിഞ്ഞ കുറേ കലാകാരന്മാർ, ഈ മയക്കുമരുന്നും പിന്നെ കഞ്ചാവുമൊക്കെ അടിച്ച് കിറങ്ങി നടക്കുന്ന കലാകാരന്മാരെന്ന വ്യാജേന സിനിമയിലെത്തി അവിടെ പെണ്ണ് കച്ചവടവും കൂട്ടിക്കൊടുപ്പുമായി നടക്കുന്ന ഒത്തിരി പേര് ഈ സിനിമാ ലോകത്തുണ്ട് എന്നുള്ളത് വളരെ സ്പഷ്ടമായ കാര്യമാണ്. കാരണം സംവിധായകൻ എന്ന പേരിലും തിരക്കഥാകൃത്ത് എന്ന പേരിലും ഒട്ടനവധി ആളുകൾ സിനിമാ ലോകത്ത് അങ്ങനെ വിളങ്ങുകയാണ്. കള്ളിനും പെണ്ണിനും കഞ്ചാവിനും വേണ്ടി മാത്രം വരുന്ന സംവിധായകന്മാരും നമുക്കുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ശ്രീമാൻ രഞ്ജിത്ത് എന്ന സംവിധായകനെ അറസ്റ്റ് ചെയ്ത കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. ഇത്രയും ഒരു വലിയ ഇമേജിൽ നിൽക്കുന്ന ഇവർക്കൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാൻ തോന്നുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. എത്രയൊക്കെയോ നടിമാര് വന്ന് പരസ്യമായി പറഞ്ഞ് എനിക്ക് ഇന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എന്നെ ശാരീരികമായി പീഡിപ്പിച്ചിട്ടുണ്ട്, എന്നെ മാനസികമായി ടോർച്ചർ ചെയ്തിട്ടുണ്ടെന്നൊക്കെ മാധ്യമങ്ങളിൽ വന്ന് പരസ്യമായി പറഞ്ഞിട്ട് പോലും ഇവരൊക്കെ വീണ്ടും അത് തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ വളരെ വിഷമമുണ്ട്. ഇവർക്കൊക്കെ ആരാണ് ഇതിനെത്ര ധൈര്യം കൊടുക്കുന്നത്? ഇവർക്കൊക്കെ എങ്ങനെയാണ് ഇത്ര ധൈര്യം കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പ്രത്യേകിച്ചും രഞ്ജിത്തിനെ പോലുള്ളവരൊക്കെ ഇടതുപക്ഷ സഹയാത്രികരാണ്. അപ്പോൾ ഇവർക്കൊക്കെ ഒരു തോന്നലുണ്ടാവും, എന്നെ എന്ത് ചെയ്താലും ഇയാളൊക്കെ ഉന്നത സ്ഥാനങ്ങളൊക്കെ വഹിച്ചവരാണ് ഫിലിം. അപ്പോൾ ഇവർക്കൊക്കെ ഒരു ധാരണയുണ്ട്, എനിക്ക് എന്ത് വന്നാലും എന്നെ പിടിക്കപ്പെടില്ല, എന്നെ സംരക്ഷിക്കാൻ ആൾക്കാരുണ്ട് എന്നുള്ള ധാരണയുടെ പുറത്ത് മാത്രമാണ് ഇവരൊക്കെ ഇത് ചെയ്തു കൂട്ടുന്നത്. ഞാനും ഈ സീരിയലിൻ്റെ വർക്കിനൊക്കെ പോയിട്ടുള്ള ആളാണ്. ഒരു സീരിയലിൻ്റെ വർക്കിൽ ചെന്നപ്പോൾ ആ സംവിധായകൻ എന്ന് പറയുന്ന ആളെന്ന് പറയുന്നത്, ഞാൻ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അതിൽ പ്രഗത്ഭരായ സിനിമയിലേക്ക് അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളും ഈ സീരിയലിലേക്ക് അഭിനയിക്കുന്നുണ്ട്. വർഷങ്ങൾ മുമ്പുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അതിൽ കള്ളിനും പെണ്ണിനും വേണ്ടി മാത്രമായിട്ടുള്ള ഒരു സംവിധായകൻ, സംവിധാനം എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാത്തൊരു സംവിധായകൻ, അയാൾ ഒരു സിനിമ മാത്രമേ എടുത്തിട്ടുള്ളൂ. ആ സിനിമ പാളീസായിപ്പോയി. രണ്ടാമത് ഈ ഗൾഫിലൊക്കെ പോയി കാശുണ്ടാക്കിയിട്ട് വന്ന ഒരു നിർമ്മാതാവ്, ആ നിർമ്മാതാവ് ഒരു സാധാരണക്കാരനാണ്. അയാൾ പ്രൊഡക്ഷൻ ബോയിയുടെ വന്നിട്ട് സാധാരണക്കാരുടെ അടുത്തൊക്കെ വന്നിട്ട് തോളിത്തട്ടി സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്ന നല്ലൊരു വ്യക്തിത്വമാണ്. എവിടുന്നോ ഒരു പൊട്ടക്കഥയുമായിട്ട് വന്ന് ഈ സംവിധായകൻ്റെ നേതൃത്വത്തിൽ ഇയാളെ സമീപിക്കുകയും ഇയാൾ ആ പടമെടുക്കാൻ തയ്യാറാവുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത്, ആ സീരിയലിൻ്റെ സെറ്റിൽ എൻ്റെ സഹോദരിയോടുകൂടി പഠിച്ച ഒരു കുട്ടിയുണ്ടായിരുന്നു. ആ കുട്ടിയുടെ പേര് ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഒരു മുസ്ലിം കുട്ടിയാണ്. ആ കുട്ടി വഴങ്ങിക്കൊടുക്കാത്തതിന്, അതായത് പ്രൊഡക്ഷൻ കൺട്രോളർ ഉൾപ്പെടെ ഈ കുട്ടിയെ സമീപിച്ചു. സംവിധായകന് വഴങ്ങിക്കൊടുത്താൽ പ്രധാന വേഷം തരാമെന്ന് പറഞ്ഞ് കൊല്ലം ഷാ ഹോട്ടലിൽ കൊണ്ടിട്ടിട്ട് ഒരാഴ്ച അവരെ കൊണ്ടിട്ട് വട്ടം കറക്കിച്ചു. അവസാനം ഈ കുട്ടി അതിന് തയ്യാറായില്ല. ഈ കുട്ടിയുടെ അമ്മ കൂടെ ഉണ്ടായിരുന്നു. അവർ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പം എനിക്ക് ഈ കുട്ടിയെ അറിയത്തില്ല, മുൻപ് പരിചയമില്ല, പക്ഷേ എൻ്റെ ചിരിയും എൻ്റെ മുഖഭാവമൊക്കെ കണ്ടപ്പോൾ ആ കുട്ടി എന്നെ വിളിച്ച് ചോദിച്ചു, നിങ്ങൾ എൻ്റെ കൂട്ടുകാരിയുടെ ചേട്ടനല്ലേ? ഞാൻ പറഞ്ഞു, അത് എന്നെ എങ്ങനെ അറിയാം, മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല, എനിക്കറിയില്ല, പക്ഷേ നിങ്ങളുടെ ആ ചിരി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എൻ്റെ കൂട്ടുകാരി, ആ കൂട്ടുകാരിയുടെ ചേട്ടനാണ്, അതേപോലുള്ള ചിരിയാണ് താങ്കളുടേതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആ കുട്ടിക്കുള്ള അനുഭവം ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും നിങ്ങൾ വഴങ്ങി കൊടുക്കരുത്, നിങ്ങൾക്ക് സീരിയലിൽ വേഷമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചു പോകണം. ആ കുട്ടിയെ പലതവണ വഴങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി ആ സംവിധായകൻ്റെ മുറിയിലേക്ക് ചെല്ലുന്നതിന് വേണ്ടിയിട്ടും നിർബന്ധിക്കുകയുണ്ടായി. രാത്രിയാകുമ്പോൾ ഇയാൾക്ക് കള്ള്, കഞ്ചാവ്, കോഴി, ഇതാണ് പ്രധാനം. സംവിധാനം എന്താണെന്ന് പോലും അറിയില്ല. ഒരു കഥാസന്ദർഭം പോലും പറഞ്ഞു കൊടുക്കാൻ കഴിയാത്ത, സംവിധാനം എന്തെന്നറിഞ്ഞുകൂടാത്ത ഇത്തരം ആളുകളെ ഈ സിനിമയിൽ വച്ച് പൊറിപ്പിക്കുന്നത് തന്നെ അബദ്ധമാണ്. ഇങ്ങനെയുള്ളവരെ പുറത്താക്കണം. അമ്മ എന്ന സംഘടനയുള്ള ആൾക്കാരെ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സിനിമയിലേക്ക് പോയാൽ ഇഷ്ടം പോലെ പെണ്ണുങ്ങളെ കിട്ടും, നടിമാരെ കിട്ടും എന്നൊക്കെ വിചാരിക്കുന്ന പുതുമുകളായിട്ട് വരുന്നുള്ള ആൾക്കാരെയൊക്കെ പലതും പറഞ്ഞ് റൂമിലേക്ക് വിളിച്ച് പീഡിപ്പിക്കുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാസ്റ്റിംഗ് കൗച്ച് എന്നൊക്കെ പറഞ്ഞ് പീഡിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇത് തന്നെയാണ് ഉദ്ദേശം. ഇനിയും ഇത് തുടർന്നു പോയാൽ ഈ മലയാള സിനിമ തന്നെ നശിച്ച് നാറാണക്കല്ല് പിടിക്കും. അതിന് യാതൊരു സംശയവുമില്ല.